ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരമാവധി പ്രയത്നിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ലോകമാസകലം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസും കാലിഫോർണിയയും പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങൾ കാട്ടുതീയുടെ പിടുത്തത്തിലായതും അമേരിക്കയുടെ എല്ലാവിധ സംവിധാനങ്ങളുടെയും നിസ്സഹായതയുമൊക്കെ വാർത്തയായി നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തതാണ്. പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി കത്തിച്ചാമ്പലായ രംഗം നമ്മൾ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ അവിടങ്ങളിൽ നിന്നൊക്കെ മാറ്റി താമസിപ്പിച്ച വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു, ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് അവയായിപ്പോയി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച സംഗതിയാണ്. അതേപോലെ തന്നെ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടവും ഒക്കെ സംഭവിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ദുരന്തത്തിൽ ആഹ്ലാദിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഉണ്ട്. എന്നാൽ അതിലപ്പുറം പലതും ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ആ സന്ദർഭത്തെയും
സാഹചര്യത്തെയും കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. സ്വാഭാവികമായും ഫലസ്തീനിലും മുമ്പ് ഇറാഖിലുമൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വൃദ്ധരുടെയും ഒക്കെ അവസ്ഥ ഒന്നും പരിഗണിക്കാതെ പലരെയും നിഷ്കരുണം കൊന്നുകളഞ്ഞ അമേരിക്കൻ സൈന്യത്തിന്റെ ക്രൂരത ലോകം കണ്ടതാണ്. ആ സന്ദർഭത്തിലൊക്കെ മനമുരുകി പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അക്രമത്തിനും അക്രമികൾക്കുമെതിരിൽ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായി പടച്ചിറപ്പ് നൽകിയ ശിക്ഷയായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ, ആണ് എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ല. ആകാനുള്ള സാധ്യതയെ തള്ളിക്കളയാനും ആവുകയില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നേരെ അള്ളാഹു അശ്രദ്ധയിലാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ടതില്ല. അപ്പൊ പടച്ചറബിന്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകളുമൊക്കെ തിരിച്ചടികളുമൊക്കെ സ്വാഭാവികമാണ്. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. അതേപോലെ സൂറത്ത് ഹൂദിലെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു ഉണർത്തുന്നുണ്ട്, അപ്രകാരമാണ് നിന്റെ രക്ഷിതാവിന്റെ പടച്ചറബിന്റെ പിടുത്തം. ഇദാ അഖദൽ ഖുറാ, അവൻ ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ പിടികൂടിക്കഴിഞ്ഞാൽ, വഹിയ ളാലിമ, അവർ അക്രമികളായിരിക്കുമ്പോൾ, അള്ളാഹുവിനെ അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ നിയമശാസനകളെ വകവെക്കാതെ തോന്നിവാസികളായി ജീവിക്കുമ്പോൾ അള്ളാഹു അപ്രകാരം പിടികൂടും. ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, തീർച്ചയായും ആ പടച്ചിറപ്പിന്റെ പിടുത്തം അതികഠിനവും വേദനയേറിയതുമാണ് എന്ന് ഖുർആൻ അവിടെ ഉണർത്തുന്നുണ്ട്. അതേപോലെ അതൊരു ശിക്ഷയല്ല, എന്നിരുന്നാൽ തന്നെയും ഒരു താക്കീതും മുന്നറിയിപ്പും ആകുവാനുള്ള ആണ് എന്ന് തീർച്ചപ്പെടുത്തുവാൻ പറ്റുന്ന രീതിയിൽ തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അള്ളാഹു ഒരു പരീക്ഷണം, അവർക്കും മറ്റെല്ലാവർക്കും ഒരു പരീക്ഷണമായി ഇതൊക്കെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, തിരുത്തുവാനും കുറ്റബോധത്താൽ പശ്ചാത്തപിച്ച് പടച്ചിറപ്പിലേക്ക് മടങ്ങുവാനും അക്രമികൾക്കടക്കം അവസരം സൃഷ്ടിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, കരയിലും കടലിലുമൊക്കെ മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി അക്രമങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അങ്ങനെയെല്ലാം അവിടെ സംവിധാനിച്ചത് ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ തന്നെ വരുത്തിവെച്ച പലതിന്റെയും ചില ഉദാഹരണങ്ങൾ, ചില സാമ്പിളുകൾ അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർജിഊൻ, അതിലൂടെ അവർ മടങ്ങിയേക്കാമല്ലോ, അവർക്ക് മടങ്ങുവാനും തിരുത്തുവാനുമുള്ള സാഹചര്യമാണ്, അവസരമാണ് അള്ളാഹു നൽകിയത് എന്ന് ആ ആയത്തിലൂടെ, അഥവാ സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും അള്ളാഹു സൂറത്ത് സജ്ദയിൽ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, തോന്നിവാസികളായ അക്രമികളായ ആളുകൾക്ക് വലിയ ശിക്ഷ പരലോകത്ത് വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകൾ നാം ദുനിയാവിൽ വെച്ച് ആസ്വദിപ്പിക്കും. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, അവർക്കൊരു തിരിച്ചറിവുണ്ടാകാൻ, അവർ ചെയ്ത തോന്നിവാസങ്ങളെ കുറിച്ച് അവർക്ക് പശ്ചാത്തപിക്കാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാനൊക്കെയുള്ള അവസരമായിട്ടാണ് അള്ളാഹു ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ശിക്ഷക്കും ദുരന്തങ്ങൾക്കുമൊക്കെ കാരണങ്ങൾ പലതുമാകാം. ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ, അതേപോലെ തന്നെ അധാർമിക പ്രവർത്തനങ്ങൾ, സ്വയം മതിയായവനാണെന്ന അഹങ്കാരത്തിന്റെ തോന്നൽ, ദുർബലരായ ആളുകളെ അടിച്ചമർത്തുന്ന പോക്കിരിത്തരം, ഇതൊക്കെ ആരിലെല്ലാം, അത് വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, അവരൊന്നും ഒരാശ്വാസത്തിന്റെ നിർഭയത്വത്തിന്റെ മുനമ്പിലാണ് എന്ന് കരുതേണ്ടതില്ല. ഏത് സമയവും പടച്ചിറപ്പ് പിടികൂടുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും അവരുടെ ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നാം മറന്നുപോകുവാൻ പാടില്ലാത്ത സംഗതിയാണ്. ലോക ചരിത്രത്തിൽ മുമ്പും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല രൂപങ്ങളിൽ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വലിയ പ്രളയമുണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ അഗ്നി കാട്ടുതീയായും അല്ലാതെയും ഒക്കെ പടർന്നു പിടിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ചെയ്തു കൂട്ടിയ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, ആ ഗ്രാമവാസികൾ, ആ നാട്ടുകാർ വിശ്വസിക്കുകയും പടച്ചിറപ്പിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ,
ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അവർക്ക് നേരെ നാം തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ പലപ്പോഴും വലാകിൻ കദ്ദബൂ, മിക്കവാറും ആളുകൾ അതിനെയും പരിഹസിക്കുവാനായിരിക്കും തയ്യാറാവുക. ആ സാഹചര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഗുണപാഠങ്ങൾ പഠിക്കുവാനുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം അതിലും പടച്ചവനെയും മതത്തെയും പ്രവാചകന്മാരെയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വലാകിൻ കദ്ദബൂ, അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി നാം അവരെ പിടികൂടുകയും ചെയ്യും എന്നാണ് ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അപ്പൊ ശിക്ഷയാണെങ്കിൽ അതിൽ എല്ലാവരും അഥവാ ആ അക്രമം ചെയ്ത അല്ലാത്ത ആളുകളും പെടുകയില്ലേ എന്ന സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അത് പ്രകൃതി ദുരന്തമായിരുന്നാലും പൊതുശിക്ഷയായി വരുന്ന എല്ലാ സംഗതികളിലും അക്രമികളെ മാത്രമല്ല അള്ളാഹു പിടികൂടുക. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളുടെ കൂട്ടത്തിലെ അക്രമികളായ ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത് അവർക്ക് മാത്രം ബാധിക്കുന്ന ഒരു ശിക്ഷയല്ല, പൊതുവിൽ ബാധിക്കുന്ന ശിക്ഷയെ നിങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിയുക അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ബൽ തുസീബു ഫാഇലൽ ദുൽമി വഗൈറഹു, ചില അന്യായങ്ങൾ അക്രമങ്ങൾ ചെയ്യുമ്പോൾ ആളുകളോട് അവരുടെ കൈക്ക് പിടിക്കണം, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താ? അവരുടെ അന്യായങ്ങളുടെ ഫലമായി അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷ ഇറങ്ങുമ്പോൾ അത് പ്രകൃതി ദുരന്തങ്ങളായി, അപകടങ്ങളായി, ആപത്തുകളായി വരുമ്പോൾ അവരെ മാത്രമായിരിക്കുകയില്ല പിടികൂടുക, മറിച്ച് ബൽ തുസീബു ഫാഇലൽ ദുൽമി വഗൈറഹു, ആ അന്യായം അക്രമം ചെയ്ത ആളെയും അല്ലാത്തവരെയും അത് പിടികൂടും. വദാലിക ഇദാ ലഹറൽ ദുൽമു ഫലം യുഗയ്യിർ, തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതികരിക്കാത്ത ആളുകൾ കൂടി അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയരാകുമെന്നുള്ള കാര്യം ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഫഇന്ന ഉഖൂബതഹു തഉമ്മുൽ ഫാഇല വഗൈറഹു, അള്ളാഹു ഒരു പ്രദേശത്തേക്ക് ശിക്ഷ ഇറക്കിയാൽ, അള്ളാഹുവിന്റെ അദാബ് വരുമ്പോൾ അത് കുറ്റം ചെയ്തവരെയും അല്ലാത്തവരെയും ഒക്കെ വ്യാപകമായി മൊത്തത്തിൽ അത് പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വതുഖ്വാ ഹാദിഹിൽ ഫിത്ന, ആ ഫിത്നകളെ, ആ പ്രയാസങ്ങളെയും ശിക്ഷകളെയും പ്രതിരോധിക്കേണ്ടത്, തടയേണ്ടത് ബിന്നഹി അനിൽ മുൻകർ വഖംഇ അഹ്ലി ശർരി വൽ ഫസാദ്, സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ മൗനികളായിക്കൊണ്ടല്ല, അതിനെ എതിർക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ, അതേപോലെ തന്നെ കുഴപ്പങ്ങളുടെ ആളുകളെ കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് വഅല്ലാ യുമക്കിനു മിനൽ മആസി വദ്ദുൽമി മഹ്മാ അംകൻ, സാധിക്കുന്നത്ര നമ്മളുള്ള സ്ഥലത്ത്, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ പ്രദേശത്തായിരിക്കാം, നമുക്ക് സാധിക്കുന്ന മേഖലയിലൊക്കെ തിന്മകൾക്ക് സാധ്യതകളും സൗകര്യങ്ങളും ഇല്ലാതെയാക്കാൻ, നന്മകളെ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ്. ദുരന്തങ്ങൾ പെയ്തിറങ്ങാതിരിക്കാൻ വിശ്വാസികളായ ബോധമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ രൂപത്തിൽ വിശദീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്ന ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ വിശ്വാസികളുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ ലഹറത്തിൽ മആസി ഫീ ഉമ്മത്തി, ഒരു സമൂഹത്തിൽ, എന്റെ ഈ ഉമ്മത്തിൽ മഅസിയത്തുകൾ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പാപങ്ങൾ, തിന്മകൾ ചെയ്യുന്നത് വ്യാപകമായി കഴിഞ്ഞാൽ, അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി, പടച്ചറബ് അവന്റെ പക്കൽ നിന്ന് എല്ലാവരിലേക്കുമായി വ്യാപകമായ രീതിയിൽ ശിക്ഷ ഇറക്കിക്കൊണ്ടുവരും. ഖുൽതു, അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമാ ഫീഹിം ഉനാസുൻ സാലിഹൂൻ, അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ ആ ജനതയിൽ, ആ നാട്ടിൽ നല്ല മനുഷ്യരും ഉണ്ടാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, ഫകൈഫ യുസ്നഉ ഉലൈക്, അപ്പൊ അവരെ എങ്ങനെയായിരിക്കും ചെയ്യുക? അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസീബുഹും മാ അസ്വാബന്നാസ്, മനുഷ്യരെ എല്ലാവരെയും, ആളുകളെ എല്ലാവരെയും, ആ പ്രദേശത്തുകാരെയും ഒക്കെ ബാധിക്കുന്ന ആപത്തുകളും അപകടങ്ങളും അവരെയും ബാധിക്കും.
ثم يصيرون إلى مغفرة من الله ورضوان. പിന്നീട് അവരുടെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും പടച്ചറബിന്റെ തൃപ്തിയിലേക്കും അഥവാ സ്വർഗത്തിലേക്കും അവർക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അപ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകളല്ലേ അന്യായം ചെയ്തിട്ടുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് എന്താ അത് സംഭവിച്ചത് എന്ന് ചോദിക്കേണ്ടതില്ല. അതിന്റെ കൃത്യമായ മറുപടിയാണ്, വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വാർത്തകളായി അനുഭവങ്ങളായി വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പാഠം, നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ നിസ്സഹായതയാണ്. ഈ കഴിഞ്ഞ എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ എന്ന ആളുകൾ പറയുന്ന ഏത് സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, അത് പ്രളയമായിരുന്നാലും കൊടുങ്കാറ്റായിരുന്നാലും ഭൂകമ്പമായിരുന്നാലും ഒക്കെ കോടിക്കണക്കിന് രൂപയും സൗകര്യങ്ങളുമുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ആളുകൾ പോലും നിസ്സാരന്മാരായി നിസ്സഹായതയോടുകൂടി ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി അഭയാർത്ഥി ക്യാമ്പുകളിൽ പിച്ചച്ചട്ടിയും പിടിച്ചു നിന്ന കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഇതുപോലെ മനുഷ്യന്റെ നിസ്സഹായത കൃത്യമായി ലോകത്തെ ആസകലം അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. എത്ര വലിയ ടെക്നോളജി ഉണ്ടായിട്ടും, എത്ര വലിയ കഴിവും പുരോഗതിയും സമ്പത്തും ഉണ്ടായിട്ടും അമേരിക്കക്ക് ആഴ്ചകൾ പിന്നിട്ടിട്ട്, ഒരാഴ്ചയിലേറെ ദിവസങ്ങളായിട്ട് അതിനെ ഒന്ന് പരിധിയിലാക്കാൻ അവിടെ ഏറ്റവും വലിയ ഉയർന്ന സംവിധാനങ്ങളുള്ള ഏറ്റവും അതിസമ്പന്നരായ VVIPകൾ താമസിക്കുന്ന പ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും അവിടെ വിട്ട് ഒരു പരലോകത്തിന്റെ ആയത്ത് ഓതി നമ്മളത് ഒരു സാങ്കല്പികമായി സങ്കല്പിച്ചാൽ തോന്നുന്നത് പോലെ, അഥവാ ആളുകൾ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഓടുകയാണ് എങ്ങോട്ടെന്നില്ലാതെ, അതുപോലെയുള്ള ആ നിസ്സഹായതയും അവസ്ഥയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കാണ് അഹങ്കരിക്കാൻ സാധിക്കുക? എന്റെ കയ്യിൽ ഇന്നതൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾക്കും നിഗളിക്കുവാനും ഞെളിയുവാനും അവസരമില്ല എന്നുള്ള കൃത്യമായ പാഠമാണ് അവിടെ നമ്മൾ പഠിച്ചറിയേണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് നമ്മുടെ ചെയ്തികളിൽ എന്തെങ്കിലും അരുതായ്മകളോ കൊള്ളരുതായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് പടച്ചറബിനോട് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ദുനിയാവിൽ തന്നെ തിരുത്തുവാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലാതെ തന്റെ സാമ്പത്തികമായ കഴിവുകൊണ്ട്, ശാരീരികമായ മിടുക്കുകൊണ്ട്, തന്റെ പിൻബലമുള്ള ആളുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഞാൻ എന്തൊക്കെയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ നാശമേ ഉണ്ടാവുകയുള്ളൂ. പരലോകത്ത് അവർക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത പരാജയത്തിലേക്കായിരിക്കും അവർ എത്തുക എന്നുള്ള പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ ഗുണപാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീ നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമായി ഒരു വശത്ത് കാണുവാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ തീ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തണുപ്പകറ്റാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തണുപ്പകറ്റാൻ വേണ്ടി നമുക്ക് തീ ആവശ്യമായി വരും. അതേപോലെ നമുക്ക് നടന്നു പോകേണ്ടുന്ന പ്രദേശത്തേക്ക് വെളിച്ചത്തിന് തീ വേണം. അതിനുമപ്പുറത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് തീ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായി പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നതോടൊപ്പം ആ തീയിനെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നും ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ വാഖിഅയിലെ 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ,
അക്കാര്യമാണ് അള്ളാഹു നമ്മെ അതിലൂടെ ഉണർത്തിയത്. അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅതും ഷജറതഹാ അം നഹ്നുൽ മുൻശിഊൻ, ആ തീ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മരങ്ങൾ നിങ്ങളാണോ മുളപ്പിച്ച് വളർത്തിയുണ്ടാക്കിയത്, അതല്ല നാം ആണോ അത് വളർത്തിയത്? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ, ആ തീയിനെ നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാക്കി നാം നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ യാത്രയിലും മറ്റുമൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അതൊരു വിഭവമായി, ഒരു അനുഗ്രഹമായും നാം അതിനെ മാറ്റിയിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഉപയോഗങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെയും നമ്മെ ഉണർത്തിയ സംഗതിയാണ്. അഥവാ നരകത്തിലെ തീയിനെ കുറിച്ചാണ് തീ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. തീയിന്റെ ഭയാനകതകൾ സഹിക്കവയ്യാതെ ആളുകളെല്ലാം വിട്ടെറിഞ്ഞ് ഓടുന്ന ആ നിസ്സഹായതയുടെയും ഭീതിയുടെയും വേദനയുടെയും രംഗം കാണുമ്പോൾ, അല്ലെങ്കിൽ തീയിലേക്ക് ഒരാൾ പെട്ടുപോയാൽ അതിൽ കിടന്ന് അയാൾ കാണിക്കുന്ന വെപ്രാളങ്ങൾ കാണുമ്പോൾ നരകത്തിന്റെ തീഷ്ണതയും ഭയാനകതയും എത്രയായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തിന്റെ യാതനകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ യൂളഉ ഫീ അഖ്മുസി ഖദമൈഹി ജംറത്താൻ, ഒരു മനുഷ്യന്റെ കാൽവെള്ളയിൽ, കാൽച്ചുവട്ടിൽ നരകത്തിന്റെ 2 തീക്കനലുകൾ വെച്ചു കൊടുക്കും. തഗ്ലി മിൻഹുമാ ദിമാഉഹു, ആ കാലിന്റെ അടിയിലിരിക്കുന്ന തീക്കനലിന്റെ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് നിമിത്തം അയാളുടെ തലച്ചോറ് തിളച്ചു മറിയുന്നുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അത്രമാത്രം ചൂടുള്ളതാണ് നരകത്തിലെ തീ. ഈ ദുനിയാവിൽ കാണുന്ന തീ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നാറുകും ഹാദിഹി തൂഖിദൂൻ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിൽ കത്തിയാളുന്ന ആ ഇന്ധനത്തിന്റെ, നരകത്തിന്റെ തീയിന്റെ 70-1 അത്രയാണ് നിങ്ങൾ ഈ ദുനിയാവിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിന്റെ ചൂട്. അഥവാ ഇതിന്റെ 69 ഇരട്ടി വരാനിരിക്കുന്ന നരകത്തിന്റെ ചൂടിനുണ്ടായിരിക്കും. വഫീ റിവായത്തിൻ ഇന്നഹാ ഫുള്ളിലത് അലൈഹാ ബി69 ജുസ്അ, മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ കൂടി കാണുവാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. ദുനിയാവിൽ നമ്മൾ കാണുന്ന എല്ലാവിധ തീയും അതിന്റെ 69 മടങ്ങ് ഇരട്ടി എത്രയായിരിക്കും ആ ചൂട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് തന്നെ പറയുന്നുണ്ട്, പ്രവാചകരെ, ഈ ദുനിയാവിലെ തീ തന്നെ മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ, ശിക്ഷിക്കാൻ പര്യാപ്തമാണ് എന്നിരിക്കെ അതിന്റെ 69 ഇരട്ടി വരുന്ന നരകച്ചൂട് എത്രമാത്രം ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനോട് രക്ഷ തേടിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ആ നരകത്തീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹിയ അശദ്ദു സവാദം മിൻ ദുഖാനി നാരികും ഹാദിഹി 70 ളിഫ, ഇവിടത്തെ തീയിനേക്കാൾ കറുത്ത ഇരുണ്ട പുക, ഇവിടെ നമ്മൾ കറുത്ത പുകകൾ കാണാറുണ്ട്, എന്നാൽ അതിന്റെ 70 ഇരട്ടി ശക്തമായിരിക്കും ആ പുകയും ചൂടും എന്നറിയുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. ഇത് ഇന്ന് അവർക്കല്ല സംഭവിച്ചത്. അത് കണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ, ഒരു നാടകം കാണുന്നത് പോലെ കണ്ട് ആസ്വദിക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അമേരിക്കക്കല്ല സംഭവിച്ചത്, കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ അടുത്ത് തന്നെ എത്രയോ ഫാക്ടറികളും അതേപോലെ സ്ഥാപനങ്ങളിലുമൊക്കെ തീ പിടിച്ച വാർത്തകൾ നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ തീ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും വേണമെന്നതുകൂടി ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തീയും കത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടാകരുത്, അത് അണക്കണം, ലൈറ്റ് ഓഫ് ആക്കുക എന്ന ആധുനിക സംവിധാനം മാത്രമല്ല, ഒരു മെഴുകുതിരിയാണെങ്കിൽ പോലും ചിലരുടെ അലക്ഷ്യമായ, അശ്രദ്ധമായ ചില പ്രവർത്തനങ്ങൾ നിമിത്തം ഒരു പ്രദേശം തന്നെ അഗ്നിഗോളങ്ങൾക്ക് വിധേയമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് വേനൽ രൂക്ഷമായി കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പരിസരങ്ങളൊക്കെ അടിച്ചുകൂട്ടി നമ്മൾ തീയിടാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പല ആളുകളെയും ഓർത്തു പോവുകയാണ്.
ചില സഹോദരിമാരുടെ ലൂസുള്ള ആ വസ്ത്രത്തിലേക്ക്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് തീനാളങ്ങൾ പടർന്നു പിടിക്കുകയും ആ ജീവിതം ചിലപ്പോൾ ദിവസങ്ങളോളം വെന്ത് അങ്ങനെ നിന്ന് അവസാനം ഒന്നും ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയ കാഴ്ചകളും അവസ്ഥകളും നമ്മുടെ പരിസരങ്ങളിലൊക്കെയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ രാത്രിയുടെ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, തീ കത്തി നിൽക്കുന്ന അവസ്ഥയിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതൊരു മെഴുകുതിരിയാണ് എങ്കിലും, ഒരു ചന്ദനത്തിരിയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ അതിന്റെ അപകട സാധ്യതകളെ കൂടി കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ആ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇസ്ലാമികമായ മര്യാദയോടുകൂടി വേണം തീനെ ഉപയോഗപ്പെടുത്തുവാനും അതുമായി ബന്ധപ്പെട്ട് അതുമായി നമ്മൾ സമീപിക്കുവാനും. അള്ളാഹു എല്ലാത്തരം ആപത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും റീസെന്റ്ലി കേട്ടുകൊണ്ടിരുന്ന ഒരു ആശ്വാസകരം എന്ന് പറയാൻ പറ്റും ഒരു വശത്തിലൂടെ ഫലസ്തീനിൽ യുദ്ധവിരാമം ആയിട്ടുണ്ട് എന്ന വാർത്ത. പക്ഷേ ആ വാർത്ത 2 ദിവസമായി കേൾക്കുമ്പോഴും അതിന്റെ മറുപേജിൽ, അതിന്റെ തൊട്ടു ചേർന്ന് 8, 10, 50, 60 ഒക്കെ ആളുകൾ ഗസയിൽ, ഫലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ചില ആളുകളുടെ പൊളിറ്റിക്സ് നമ്മൾ കാണാതെ പോയിക്കൂടാ. യുദ്ധത്തിന്റെ ഒരു വർഷത്തിലേറെ ദിവസങ്ങൾ, 400 ചില്ലാനും ദിവസങ്ങൾ പിന്നിട്ട് ഒരു നാടും പ്രദേശവും ഒരു ജനതയെ ആസകലം ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നതിന്റെ മാക്സിമം അവർ ചെയ്ത് അതിന്റെ നാശനഷ്ടങ്ങൾ കണക്കെടുക്കുമ്പോൾ കോടികളിൽ നിൽക്കാത്ത രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രദേശം തന്നെ ഇനി അത് റീബിൽഡ് ചെയ്തു വരണമെങ്കിൽ എന്തെല്ലാം അധ്വാനങ്ങളും സാമ്പത്തിക ശേഷിയും ഒക്കെ വേണ്ടിവരും. പക്ഷെ ആ സമയത്തും ചില ആളുകൾ കണ്ണുവെക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ആ യുദ്ധത്തിൽ ആരാ ജയിച്ചത് എന്നാണ്. ഹമാസ് ജയിച്ചോ ഇസ്രായേൽ ജയിച്ചോ എന്ന ചോദ്യം. വാസ്തവത്തിൽ യുദ്ധത്തിന്റെ കെടുതി അത് നന്മകളല്ല, അത് അപകടങ്ങളാണ്. ആരെങ്കിലുമൊക്കെ നേരത്തെ തീപ്പൊരിയുടെ കാര്യം പറഞ്ഞതുപോലെ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമെങ്കിലും അതിന്റെ പരിണിതി അത് ആർക്കും സങ്കല്പിക്കുവാനും കോലപ്പെടുത്തുവാനും പറ്റാത്തത്ര 10 മടങ്ങായിരിക്കുമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട്, കൃത്യമായ രംഗങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോഴും അൽഹംദുലില്ലാ അവർക്ക് ആശ്വാസം കിട്ടണേ എന്ന് പറയേണ്ടിടത്ത് പലരും അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള ചിന്തയും മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ കണക്കെടുപ്പ് നടത്തുകയാണ്. ഹമാസ് തോറ്റിട്ടില്ല, ഇസ്രായേൽ മുട്ടുകുത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയാണ് കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നാകും എന്നുകൂടി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക്, ഫലസ്തീനിലെ വിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് യഥാർത്ഥ ഇസ്ലാമികമായ ഇബാദത്തുകൾ, ആരാധനകളൊക്കെ അനുഷ്ഠിച്ച് അവരുടെ പള്ളികളിലൊക്കെ ഒരുമിച്ചുകൂടി ജുമായും ജമാഅത്തും ഒക്കെ സംഘടിപ്പിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ എത്രയും വേഗത്തിൽ അള്ളാഹു ആക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും പറ്റുന്ന രൂപത്തിൽ നിരവധി മരണ വാർത്തകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിൽ 3-4 ആളുകൾ മരണപ്പെട്ടു പോയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതേപോലെ തൊട്ടടുത്ത തലേ ദിവസം എന്റെ നാട്ടുകാരനും അതേപോലെ തന്നെ പരിചയക്കാരനും ദീനി രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ പ്രബോധകൻ എന്ന് പറയാവുന്ന ഷിഹാബുദ്ദീൻ സ്വലാഹി ഷാർജയിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തെ ഖബറടക്കി. നിങ്ങളിൽ ചിലരൊക്കെ ആ വിവരം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അധികമൊന്നും പ്രായമില്ലാത്ത അദ്ദേഹം പെട്ടെന്ന് ഒരു അറ്റാക്കിലൂടെയാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെയും അതേപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ വിശ്വാസികളുടെയും ഖബറടങ്ങൾ സന്തോഷകരമാക്കി തീർക്കുകയും പരലോകത്ത് വിജയം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ എല്ലാവിധ അദാബുകളിൽ നിന്നും ശാപകോപങ്ങളിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നിർഭയത്വവും ആശ്വാസവും നൽകി പടച്ചറബ് നമ്മെ പ്രത്യേകം പരിഗണിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.